എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മൗത്ത് അൾസർ അല്ലെങ്കിൽ നമ്മുടെ വായിലുണ്ടാകുന്ന പുണ്ണ്. നമുക്ക് ഈ ചുണ്ടിലും അതുപോലെ നമുക്ക് വായ്ക്കകത്തുമൊക്കെ ചെറിയ കുരുക്കൾ പോലെ ചെറിയ കുരുക്കൾ പോലെ വന്നിട്ട് നമുക്കത് പൊട്ടുകയും അതുപോലെ തന്നെ വേദനയും ഒരു പുകച്ചിലും നീറ്റിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു മൗത്ത് അൾസർ ഉണ്ടാകുന്നതെന്നും അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൽ പ്രത്യേകിച്ച് എന്തൊക്കെ ആഹാരം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരിൽ വരെ കാണുന്ന ഒന്നാണ് ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. അതിൽ ഒന്നാമതായിട്ട് പറയുവാണെങ്കിൽ വിറ്റമിൻ ഡെഫിഷ്യൻസികൾ കൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് അയണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകാം. അതുപോലെ വിറ്റമിൻ B12 അതിൻ്റെ കുറവ്, അതുപോലെ ഫോളിക് ആസിഡ് ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബ്രഷ് കൊണ്ടിട്ട് മുറിഞ്ഞിട്ട് നമ്മുടെ വായ്ക്കകത്ത് ഇതുപോലെ പൊട്ടിയിട്ട് അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊള്ളുമ്പോൾ അൾസർ പോലെ പിന്നെ അതും അൾസറിലോട്ട് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് കൂടെ വരുന്ന ഒന്നാണ് ഈ അൾസർ എന്ന് പറയുന്നത്. അതുപോലെ ഡയബറ്റിക് കൺട്രോൾഡ് അല്ലാത്ത ആൾക്കാർക്കും ഇതുപോലൊരു പ്രശ്നം വരാറുണ്ട്. അതുപോലെ കൂടുതൽ സ്ട്രെസ്സായിട്ട് പ്രശ്നം വരുന്ന ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും, അതുപോലെ നമുക്ക് ചില കണ്ടീഷൻസിൽ ആർത്രൈറ്റിസ് പോലെ ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് അങ്ങനെയുള്ളൊരു കണ്ടീഷൻസിൽ ഇത് വരാം. അതുപോലെ തന്നെ പ്രത്യേകിച്ചും ചില ആൾക്കാർ പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ കുടൽപുണ്ണെന്ന് നമ്മൾ പറയും. ഇത് നമുക്ക് സ്റ്റൊമക്കിൽ വന്നിട്ട് ഇത് സ്റ്റെയിൻ വഴി നമുക്ക് മൗത്തിലോട്ട് വന്നിട്ട് വായിൽ മുഴുവൻ ചെറിയ കുരുക്കൾ ഫുൾ അൾസറായിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പെയിനും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു അൾസർ അല്ലെങ്കിൽ വായിലുണ്ടാകുന്ന പുണ്ണ് വരാം. അപ്പോൾ അതിന് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അധികമായിട്ട് നമ്മൾ മസാലകൾ, എരിവ് ഇങ്ങനെയുള്ളത് കുറയ്ക്കുക. അധികം പുളിച്ച ആഹാരങ്ങൾ, പുളിപ്പ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. അധികം സ്പൈസി ആയിട്ടുള്ളതും അതുപോലെ അധികം എണ്ണകൾ ചേർത്തിട്ടുള്ള ഫുഡുകൾ ഇങ്ങനെയുള്ളതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഹാരത്തിൽ ദിവസവും പ്രധാനമായിട്ട് നമ്മൾ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് പച്ചക്കറികളിൽ ഇലക്കറികൾ നിർബന്ധമായിട്ടും കഴിക്കുക. അഗസ്തിപ്പൂ എന്നൊക്കെ നമ്മൾ പറയാം, അതൊക്കെ മൗത്ത് അൾസറിന് വളരെ ബെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കിട്ടുവാണെങ്കിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ചീര, മുരിങ്ങയില ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതിലൊക്കെ അയണും കൂടി ഉള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സിലാണെങ്കിൽ പപ്പായ, പേരയ്ക്ക, വിറ്റമിൻ സിയും ഒക്കെ ഉള്ളതാണ്, ഫൈബർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച്, ആപ്പിള് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറി മാറി കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ അൾസർ വരുന്നത് നമുക്കിപ്പോൾ വർഷത്തിലൊരിക്കോ അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ വരുന്ന രീതിയിലുള്ള അൾസർ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ആഹാരം നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്ന ആഹാരങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് നട്ട്സ് കഴിക്കുക. ഇതൊക്കെ ഇപ്പോൾ എഗ്ഗ്, മിൽക്ക് പ്രോഡക്ട്സ് ഇതൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. അതല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അൾസർ നമുക്ക് എപ്പോഴും തുടർച്ചയായിട്ട് ഇങ്ങനെ എന്ത് ആഹാരങ്ങൾ കഴിച്ചാലും നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നതെന്നുള്ളൊരു റീസൺ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ല നമുക്ക് ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുള്ളൂ അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ ചെറിയ വീട്ടിലുള്ള നമുക്ക് റെമഡീസ് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നമ്മുടെ കോക്കനട്ട് ഓയിൽ, അത് നമ്മൾ ഈ മുറിവിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ തേനുണ്ടല്ലോ, ഹണി, അത് നമ്മൾ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും എല്ലാ മൗത്തിൽ എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ മൗത്തിലിങ്ങനെ ഗാർഗിൾ ചെയ്യുന്ന പോലെ രീതിയിൽ മൗത്തിൽ വെച്ച് ഒരു 10 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ സ്പിറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതിനെന്തുകൊണ്ടാണ് നമുക്കിത് ഉണ്ടാകുന്നത് ടെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഇതെല്ലാവരും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ചില അലർജികൾ, ഇപ്പോൾ നമുക്ക് ചില കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മിൽക്ക് പ്രോഡക്ട്സ്, മിൽക്കിൻ്റെ എന്ത് ചെന്നാലും ഇപ്പോൾ ബട്ടറോ അല്ലെങ്കിൽ പാലോ ചീസോ ഇതൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അലർജി വരാറുണ്ട്. അതുപോലെ നട്ട്സിൻ്റെ ചില കുട്ടികൾക്കും അതുപോലെ തന്നെ ഈ നട്ട്സിൻ്റെ അലർജികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അല്ലാത്ത സ്റ്റേജിലുള്ളവർ ഞാൻ ഈ പറഞ്ഞ രീതികൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.